കഞ്ഞിയും കപ്പയും യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബട്ടർഫ്ലൈ ചിപ്സ് ആണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ്: റവയാണ് പ്രധാന ഐറ്റം. പിന്നെ വേണ്ടത് ചെറിയ ജീരകം, മുളക് പൊടി, കായപ്പൊടി, ഉപ്പ്. ഇത് കൂടാതെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ റവ നന്നായിട്ട് വറുത്ത് എടുക്കണം. അപ്പോൾ വറക്കുമ്പോൾ നമ്മൾ ആദ്യം ഇതിലേക്ക് ജീരകമാണ് ഇടുന്നത്. ചെറിയ ജീരകമാണ്. ജീരകം ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മൂപ്പിക്കാം. ഇനി നമുക്കിതിലേക്ക് റവ ഇടാം. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കാം. ഇനി അല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി കായപ്പൊടി ഇതിലേക്ക് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ ഇട്ടിട്ടാണ് നമ്മൾ വറക്കുന്നത്. അതുകൊണ്ട് തന്നെ മുളക് പൊടിയുടെ ആ പച്ച കുത്തലും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു കുത്തലൊക്കെ ഈ വറക്കുന്നതിലൂടെ മാറിക്കിട്ടും. എല്ലാം കൂടി നല്ലൊരു ടേസ്റ്റിലേക്ക് എത്തും. അപ്പോൾ നമ്മൾ നന്നായിട്ട് നമ്മുടെ റവ വറുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. തണുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് മിക്സിയിൽ ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് പൊടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വറുത്ത് വെച്ചിരിക്കുന്ന റവ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. നമ്മൾ കുറച്ച് എടുത്തിട്ടാണ് പൊടിക്കുന്നത്. അപ്പോൾ ആദ്യം കുറച്ചെടുത്തു, അതിൻ്റെ ബാക്കി രണ്ടാമത് എടുത്തിട്ട് അതുകൂടി നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ റവ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലെ തരി കുറച്ചുകൂടി ഒന്ന് ചെറുതായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് കുഴയ്ക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, വെള്ളം കൂടാതിരിക്കാൻ ശ്രദ്ധിക്കുക. കുറച്ച് വെള്ളം എടുത്തിട്ട് നന്നായിട്ട് കുഴയ്ക്കുക. കുഴച്ചിട്ട് നമ്മളൊരു ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പരുവത്തിലേക്ക് ഇതിനെ കൊണ്ടുവരാം. അപ്പോൾ നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോ ചെറിയ ഉരുളകളായിട്ട് മാറ്റാം. നമുക്കൊരു ചപ്പാത്തി പരത്തുന്നത് പോലെ തന്നെ ഇതിനെ പരത്തി എടുക്കാം. ഇപ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഗോതമ്പ് പൊടി ചേർക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതിനെ പരത്തി വെക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് പരത്തിയിട്ടുണ്ട്. പ്രത്യേകം ഷേപ്പൊന്നും വേണ്ട, കാരണം നമ്മൾ ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എൻ്റെ അടുത്തൊരു ബട്ടർഫ്ലൈയുടെ ഒരു അച്ചാണുള്ളത്. അതിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്കിത് പല ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. സ്ക്വയർ ആയിട്ടോ അല്ലെങ്കിൽ സർക്കുലർ ഷേപ്പിലോ ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ബട്ടർഫ്ലൈ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്.
അപ്പോൾ നമ്മുടെ ബട്ടർഫ്ലൈ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മൾ ഓയിലിലാണ് ഇത് ഫ്രൈ ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിക്കാം. ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിപ്സ് ഉണ്ടാക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ഒരു ലൈറ്റ് ബ്രൗണിൽ നിന്ന് കുറച്ചുകൂടി ഒരു നല്ലൊരു ബ്രൗണിലേക്ക് ഇത് എത്തുന്ന വരെ നന്നായിട്ട് ഇത് എണ്ണയിലിട്ട് വറുത്തെടുക്കണം. ഏകദേശം നന്നായിട്ട് അതൊന്ന് വറുത്ത് വരുമ്പോൾ അതിൻ്റെ മധ്യഭാഗം നന്നായിട്ട് പൊള്ളച്ച് വരും. അതാണ് ഏകദേശം കണക്ക്. അതിനുശേഷം കുറച്ച് നേരം കൂടി ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കത് എടുക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മളിട്ടത് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല ചിപ്സായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കോരി മാറ്റാം. ഇത് ഒരുപാട് ഫ്രൈ ആയി പോയാലും അതുപോലെ തന്നെ വേണ്ടത്ര രീതിയിൽ ഫ്രൈ ആയില്ലെങ്കിലും അതിൻ്റെ ടേസ്റ്റ് ശരിക്കും കിട്ടില്ല. ഫ്രൈ ആവാതിരുന്നു കഴിഞ്ഞാൽ അത് ക്രിസ്പി ആവുകയില്ല. കൂടുതൽ ഫ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു കയ്പ്പ് ടേസ്റ്റ് വരികയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ റവ കൊണ്ടുള്ള ബട്ടർഫ്ലൈ ചിപ്സ് തയ്യാറായി കഴിഞ്ഞു. വൈകുന്നേരമൊക്കെ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു വിഭവമാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു വിഭവമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.